ഹലോ, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഞാൻ ബോണ്ട ഉണ്ടാക്കണോ കട്ട്ലേറ്റ് ഉണ്ടാക്കണോ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് രണ്ടും കൂടെ ഒന്നിച്ചാക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ കട്ട്ലേറ്റ് ബോണ്ട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ എപ്പോഴും പുഴുങ്ങാനിടുമ്പോൾ കട്ട് ചെയ്യാതെ വേണം പുഴുങ്ങാനിടാനായിട്ട്. കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ ഫുള്ളായിട്ടാണ് ഞാൻ പുഴുങ്ങാനിട്ടത്. കാരണം കട്ട് ചെയ്തിടുമ്പോൾ ആ വെള്ളമെല്ലാം കയറിയിട്ട്, കാരണം നമ്മളിങ്ങനെ കുറച്ച് ഉപ്പിട്ടത് വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പേസ്റ്റല്ല, ഞാൻ ചതച്ചായിട്ടിട്ടുള്ളത്. അല്പം വെള്ളം ഒഴിച്ചു. ഇതിനകത്തേക്ക് ഇത്തിരി ഗരം മസാല ഇടുന്നുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇത്തിരി പെപ്പർ പൗഡർ ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, എപ്പോഴും കുക്കറിൽ നമ്മൾ വിസിലിടുമ്പോൾ ഫസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടി നോക്കണം, അതിങ്ങനെ വിസിൽ ആവി പോകുന്നുണ്ടാകുന്നു. ഓക്കെ, ഇനി ഇതൊരു ടിപ്പ് കൂടിയാണ് കേട്ടോ. കാരണം വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടാറ്റോ നമുക്കിങ്ങനെ ചൂടോടുകൂടി അടുത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ചൂടോടുകൂടി കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അതിനായിട്ടാണ് ഇങ്ങനൊരു വിസ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സ്കിൻ റിമൂവ് ആയി കിട്ടും. കണ്ട, കംപ്ലീറ്റ് ഒന്നുമില്ലാതെ നേരിയ സ്കിൻ മാത്രമായിട്ട് പോകും. അതുകൊണ്ട് ശരിക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ആ ചൂടോടുകൂടി തന്നെ നമുക്കൊന്നത് സ്മാഷ് ചെയ്തെടുക്കണം. ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് കണ്ടില്ല, വെള്ളത്തിൽ കട്ട് ചെയ്തിടാത്തോണ്ട് നമുക്ക് ശരിക്കും പിടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല നമുക്ക് ബോൾസ് ആക്കാൻ പറ്റും. ഒരല്പം എപ്പോഴും ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരല്പം ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ. ജിഞ്ചർ ഗാർലിക്കും ചതച്ചിട്ട് ഒരു 1.5 മുളകോളം പച്ചമുളകോളം എടുക്കുന്നുണ്ട് ഇതിനകത്ത്. നമുക്കിത് പൊട്ടാറ്റോയിൽ ചേർക്കാനുള്ള മസാലയാണ്. നമ്മൾ ബോണ്ട ഉണ്ടാക്കൂലേ അതുപോലെ. സാധാരണ നമ്മൾ മസാലയ്ക്ക് സ്ലൈസ് ചെയ്തെടുക്കുന്ന സവാള ഒന്നുകൂടി കട്ട് ചെയ്യും. അതിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബീഫിലേക്ക് ഇടാൻ പറ്റുകയാണ്. മറ്റേത് പൊട്ടാറ്റോയിലേക്ക് വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഈ സവാളയ്ക്ക് ഇതൊന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനൊരു ഉപ്പ് ചേർക്കാം. നമ്മളിപ്പോൾ എന്തോരമാണ് ചേർത്തിട്ടുള്ളത് നോക്കിയിട്ട് കുറച്ച് ഇതിനകത്തേക്ക് വേണേൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ മസാല നമുക്ക് പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് ഇടാം. ശരിക്കും ഒന്ന് മിക്സ് ചെയ്യത് ഇതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു തരിക്ക് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി വയ്ക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ബീഫ് വെന്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്നിൽ മിക്സിയിലിട്ടോ അല്ലെങ്കിൽ ഇതിനകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ല പൊടി പോലെ നമ്മൾ കീമ ശരിയാക്കൂലേ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് കിട്ടും. ഇത് നമ്മൾ ആ പാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പൊട്ടാറ്റോ റെഡിയാക്കിയത്, അതിനകത്ത് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക്കും വേപ്പിലയും പച്ചമുളകും സവോളയും എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരുവിധം വഴന്ന ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വേവിച്ചിട്ടുള്ള ബീഫ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ബീഫും ഈ സവോളയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി നല്ല ഒരാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയൊരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും ബീഫ്. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി പൗഡറും അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പെപ്പർ ഇതിനകത്ത് ചേർക്കാം. ഇത്തിരി ഗരം മസാലയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമുക്കിത് മാറ്റി വയ്ക്കും. ഇതിനകത്തേക്ക് നമുക്ക് മിൻറ്റ് ലീഫ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം മിൻറ്റ് ലീഫ് ഇടാനായിട്ട്. സെറ്റായിട്ടുണ്ട്. നമുക്കിനി പൊട്ടാറ്റോ നമ്മൾ ആ മസാല ചേർത്തിട്ടുണ്ടല്ലോ ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ബോൾസാക്കിയിട്ട് ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള ബോൾസാക്കിയിട്ട് കയ്യിൽ
കൈക്ക് അധികമായിട്ട് പിടിക്കില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ടിട്ട് വേവിച്ചുകൊണ്ട്. എന്നാലും നമ്മളിത് ബോൾസ് പത്തിരി പോലെ ആക്കാനായിട്ട് എടുക്കുമ്പോൾ ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്യണം കയ്യിൽ. എന്നിട്ട് ഇതിനകത്തേക്ക് ഫില്ലിങ്ങും ഞാൻ ആഡ് ചെയ്തു. ബോണ്ട പരുവത്തിൽ ബോൾസാക്കി എടുക്കാം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് മൊസറല്ല ചീസ് ഇടണമെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മുതൽ നമുക്കിനി ചീസ് അകത്തേക്ക് ഫില്ല് ചെയ്യാം. മൊസറല്ല ചീസ് അതിൻ്റെ കുറച്ച് ആ ഫില്ലിങ്ങിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ബോൾസും ഈ ഫില്ലിങ് കൊണ്ട് നിറച്ച് അതായത് ബോണ്ടഡ് ഉള്ളിൽ കട്ട്ലേറ്റിൻ്റെ മിക്സിങ് നിറച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ മൈദപ്പൊടി കുറച്ച് ലൂസാക്കി. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഞാൻ മൈദപ്പൊടി ഇത്തിരി തിക്കായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ശരിക്കും നമുക്ക് സുഗിയനൊക്കെ കിട്ടും പോലെ കിട്ടുമായിരുന്നു. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ലൂസാക്കി എടുത്ത്, അപ്പോൾ തിക്നെസ് കുറക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സോഫ്റ്റ് ആയിരിക്കും സാധനം. അപ്പോൾ ആ പാനിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നേരിയതായിട്ടാണ് എടുത്തിട്ടുള്ളത് മൈദപ്പൊടി. ഈ ബാറ്റർ നല്ല ലൈറ്റ് ബാറ്ററാണ്. ഇനി അത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോവും, ശ്രദ്ധിച്ച് വേണം. ലോ ടു മീഡിയം, അധികം ലോയും വേണ്ട മീഡിയത്തിലേക്ക് വരെയും വേണ്ട, ആ രീതിയിൽ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഓരോ ബോൾസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഇത് നല്ല ചൂടോട് കൂടി തന്നെ വേണം കഴിക്കാനായിട്ട്. കാരണം ചീസൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അകത്ത്, അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ആവില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് ചീസ് ഇട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഇത് ചീസ് ഇല്ലാത്തതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.